DGP ജേക്കബ് തോമസിനെ IMG ഡയറക്ടറായി കേഡർ പദവിയിൽ നിയമിച്ചു. 2.5 മാസത്തെ അവധി അവസാനിച്ച സാഹചര്യത്തിലാണ് പുതിയ നിയമനം. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് എന്തുകൊണ്ട് മാറ്റി എന്നത് പിന്നീട് തുറന്നു പറയുമെന്ന് ജേക്കബ് തോമസ് വ്യക്തമാക്കി. TP സെൻകുമാർ വിരമിക്കുന്ന ജൂൺ 30-ന് ശേഷം ജേക്കബ് തോമസിനെ IMGയിൽ നിന്ന് മാറ്റി പ്രധാന ചുമതല നൽകാനാണ് ധാരണ. സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള 2.5 മാസത്തെ നിർബന്ധിത അവധി കഴിഞ്ഞ് ജേക്കബ് തോമസ് തിരിച്ചെത്തിയപ്പോഴാണ് IMG ഡയറക്ടറാക്കിയത്. ജേക്കബ് തോമസിന്റെ സീനിയോറിറ്റി വെച്ച് നോക്കിയാൽ താരതമ്യേന അപ്രധാന പദവിയാണ് IMG ഡയറക്ടർ. ജൂൺ 30-ന് പോലീസ് മേധാവി TP സെൻകുമാർ വിരമിക്കുമ്പോൾ IMGയിൽ നിന്ന് ജേക്കബ് തോമസിനെ മാറ്റി സുപ്രധാന പദവി നൽകുമെന്നാണ് സൂചന. അവധിയെടുക്കാനുണ്ടായ സാഹചര്യവും വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നതും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോഴുള്ള മറുപടി ഇതായിരുന്നു. കാര്യവും കാരണവും കുറച്ച് കഴിയുമ്പോൾ പറയും. സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പുസ്തകം എഴുതിയതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഈ സിവിൽ സർവീസിൽ 2 കുട്ടികളെ പാടുള്ളൂ ഒരാൾക്ക് എന്നുള്ളതാണ് ചട്ടം. മൂന്നാമതൊരു കുട്ടിയുമായി പോയി കഴിഞ്ഞാൽ ചട്ടലംഘനമാണ്. എന്തു ചെയ്യും ആ കുട്ടിയെ? ചട്ടലംഘനമാണ്. ജേക്കബ് തോമസിന്റെ പദവിയെ ചൊല്ലി സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നു. വളരെ കാലം ആഘോഷിച്ച് ആ കട്ടിൽ കണ്ട് പനിക്കേണ്ടെന്നൊക്കെ പിണറായി വിജയൻ പറഞ്ഞ് അദ്ദേഹത്തെ മഹത്വവൽക്കരിച്ചപ്പോൾ ഇപ്പോൾ IMG ഡയറക്ടറായി ഒരു മൂലയ്ക്ക് കൊണ്ടിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അഴിമതി വിരുദ്ധത, പിണറായി വിജയന്റെ അഴിമതി വിരുദ്ധത എവിടെത്തി? വിജിലൻസിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളിലുള്ള അതൃപ്തിയും ജേക്കബ് തോമസ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. റാഹീസ് റഷീദ്, മീഡിയ 1, തിരുവനന്തപുരം.